പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത കുട്ടികൾക്ക് 7 വയസ്സ് പ്രായമെത്തിയാൽ നിസ്കാരം പരിശീലിപ്പിക്കണം. 10 വയസ്സായിട്ട് ആ പരിശീലന മേഖലയിൽ കുട്ടി കടന്നു വരുന്നില്ല എങ്കിൽ ശാസിക്കണം. പരുക്കേൽക്കാത്ത രൂപത്തിൽ തല്ലണം. ചെറിയ പ്രായത്തിൽ തന്നെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് അത് ജീവിതത്തിലെ ഒരു ശീലമായി ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതുമൊക്കെ ഒരു പ്രകൃതമാകുന്നത് പോലെ നിസ്കാരവും ഒരു മനുഷ്യന്റെ ശീലമായി ശൈലിയായി മാറണം. എന്തുകൊണ്ടാണ് ഇത്ര വലിയ പ്രാധാന്യം നിസ്കാരത്തിന് ലഭിക്കുന്നത്? അള്ളാഹുവിൻ്റെ പ്രതിനിധിയായി കടന്നുവന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുൾ ചെയ്യുന്നു, അറഅയ്തും ലൗ അന്ന നഹ്റൻ ബിബാബി അഹദിക്കും, നിങ്ങളിൽ ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ വീട്ടിന് മുൻഭാഗത്തുള്ള നദിയിൽ കളകളാരവത്തോടെ വെള്ളം ഒഴുകുന്നു. ആ വെള്ളത്തിലിറങ്ങി 5 നേരം അയാൾ കുളിക്കുന്നു. യഗ്തസിലു കുല്ല യൗമിൻ മിൻഹു 5 മറാത്ത്, 5 പ്രാവശ്യം ആ നദിയിൽ ഇറങ്ങി അയാൾ കുളിക്കുന്നു. ഹൽ യബ്ഖാ മിൻ ദറനിഹി ശൈഉൻ, 5 നേരം കുളിക്കുന്ന ആ മനുഷ്യന്റെ ശരീരത്തിൽ വല്ല മാലിന്യവും ബാക്കി നിൽക്കുമോ? ശിഷ്യന്മാർ മറുപടി നൽകി, അയാളുടെ ശരീരത്തിൽ ഒരു മാലിന്യവും അവശേഷിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് പറഞ്ഞു, ഫദാലിക മസലു സ്വലവാത്തിൽ ഹംസ്, ഇതാണ് 5 നിസ്കാരങ്ങളുടെ ഉദാഹരണം. 5 നേരം നിസ്കരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ, അവന്റെ ഹൃദയത്തിൽ, അവന്റെ ജീവിതത്തിൽ കറ ബാക്കി വരികയില്ല. പാപമുക്തമായ ജീവിതം നയിക്കാൻ അയാൾക്ക് കഴിയും. യംഹുല്ലാഹു തആല ബിഹിന്ന അൽ ഖതായ. ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഈ ഹദീസിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഈ 5 നിസ്കാരം ഒരാൾ നിർവഹിക്കേണ്ട രൂപത്തിൽ നിർവഹിച്ചാൽ എല്ലാ പാപങ്ങളെയും അള്ളാഹു മായ്ച്ചു കളയുന്നതാണ്. സഹോദരന്മാരെ, നിസ്കാരം അത് മറ്റാർക്കോ വേണ്ടി നിർവഹിക്കാതെ നമ്മുടെ വിജയത്തിന് വേണ്ടി, ഭൗതികവും പാരത്രികവുമായ ക്ഷേമങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക്, നമ്മുടെ കുട്ടികളുടെ അഭിവൃദ്ധിക്ക്, നമ്മുടെ എല്ലാ സന്തോഷങ്ങൾക്കും ചൈതന്യത്തിനും ഉള്ള മാർഗമായി അള്ളാഹു നിശ്ചയിച്ച കർമ്മമാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം നിർവഹിക്കുന്ന മനുഷ്യൻ എല്ലാ മ്ലേച്ഛമായ തെറ്റായ കാര്യങ്ങളിൽ നിന്നും നിശ്ചയമായും അയാൾ അകലും. കാരണം നിസ്കാരം തന്നെ അയാളെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. അയാളുടെ ജീവിതത്തിൽ അനാവശ്യമായ യാതൊന്നും കടന്നു വരികയില്ല. ധാരാളം പ്രത്യേകതകൾ നിസ്കാരത്തിനുണ്ട്. 5 നേരത്തെ നിസ്കാരം ശ്രദ്ധിച്ചു നോക്കൂ. അത് പ്രാർത്ഥനയാണ്, തസ്ബീഹാണ്, ദിക്റുകളാണ്, അള്ളാഹുവിനെ വാഴ്ത്തലാണ്, അവനെ സ്തുതിക്കലാണ്, അവനോട് സങ്കടം പറയലാണ്, അവൻ്റെ മുൻപിൽ സ്വകാര്യ ജീവിതത്തെ തുറന്നു വെച്ച് കൊടുക്കലാണ്. മറ്റാരോടും പറയാൻ പറ്റാത്ത, മറ്റാരുടെയെങ്കിലും മുൻപിൽ പറഞ്ഞാൽ പരിഹാരം ലഭിക്കാത്ത 100 പ്രശ്നങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന മനുഷ്യൻ ഓരോ ദിവസവും നിശ്ചിത സമയങ്ങളിൽ തൻ്റെ ഹൃദയം തുറന്ന് അള്ളാഹുവിന് മുൻപിൽ സങ്കടങ്ങൾ സമർപ്പിക്കുകയാണ്. അതിന് പരിഹാരം അവിടെ നിന്ന് ലഭിക്കുന്നു. ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്, മനുഷ്യ നിന്നെ രക്ഷിക്കാൻ കഴിയും. രക്ഷയ്ക്ക് വേണ്ടി അവൻ നിർദ്ദേശിച്ച മാർഗമാണ് പ്രാർത്ഥന. സ്വർഗത്തിൻ്റെ താക്കോലാണ് നിസ്കാരം. മനുഷ്യന്റെ ഭൗതിക ജീവിതം കഴിഞ്ഞ് 2ാം ജീവിതത്തിൽ അവൻ കടന്നു ചെല്ലുമ്പോൾ തൻ്റെ പഴയകാല ജീവിതത്തിലെ ഓരോ ചെയ്തിയും അവിടെ വിലയിരുത്തപ്പെടും.
ആദ്യമായി ചോദിക്കപ്പെടുന്നത്, മനുഷ്യ എത്ര നീ നിസ്കരിച്ചു, നീ എന്തുകൊണ്ട് നിസ്കാരം ഉപേക്ഷിച്ചു? ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ മഹ്ശറയിൽ വിചാരണ നാളിൽ ഒരു മനുഷ്യനും ഒരു കാലടി മുന്നോട്ട് വെക്കാൻ കഴിയുകയില്ല. നിസ്കാരത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. നിസ്കാരത്തിന്റെ ഷർത്തുകൾ 5 ആണ്. 1. അശുദ്ധികളിൽ നിന്ന് ശുദ്ധി വരുത്തൽ. 2. മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധി വരുത്തൽ. 3. നഗ്നത മറക്കൽ. 4. സമയബോധം. 5. കിബിലയെ ലക്ഷ്യം വെക്കൽ. നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് ഈ 5 നിബന്ധനകളും പാലിച്ചിരിക്കണം. നിസ്കാരത്തിന്റെ ഷർത്തുകൾ നമുക്ക് പരിചയപ്പെടാം. ആരാധനയുടെ സ്വീകാര്യതയ്ക്ക് ഭംഗം വരുന്ന അശുദ്ധികളിൽ നിന്നും മുക്തനാവുക എന്നതാണ് ശുദ്ധീകരണം. അശുദ്ധികൾ 2 വിധമാണ്: ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധി വരുത്താൻ കുളിച്ചിരിക്കണം. ചെറിയ അശുദ്ധി നീക്കാൻ വുളൂ ചെയ്യുകയാണ് വേണ്ടത്. ചെറിയ അശുദ്ധിയുടെ കാരണങ്ങൾ 4 ആ 4 കാരണങ്ങളിൽ നിന്ന് വല്ലതും ഉണ്ടായാൽ വുളൂ ചെയ്യൽ നിർബന്ധമാണ്. മൂത്രിക്കുകയോ കാഷ്ടിക്കുകയോ ചെയ്യുക. വുളൂ മുറിയുന്ന കാരണങ്ങളിൽ ഒന്ന് അതാണ്. മുൻദ്വാരത്തിൽ കൂടി അല്ലെങ്കിൽ പിൻദ്വാരത്തിൽ കൂടി വല്ലതും പുറപ്പെട്ടാൽ വുളൂ ചെയ്യേണ്ടതാണ്. എന്നാൽ ഇന്ദ്രിയം ശുക്ലം ആണ് പുറപ്പെടുന്നത് എങ്കിൽ വുളൂ മതിയാവുകയില്ല. നിസ്കരിക്കണമെങ്കിൽ അവൻ കുളിക്കുക തന്നെ വേണ്ടതാണ്. വുളൂ മുറിയുന്ന കാരണങ്ങളിൽ 2ാമത്തേത് ബോധം നഷ്ടപ്പെടൽ. അത് ഉറക്കം കൊണ്ടോ ബോധക്ഷയം കൊണ്ടോ ലഹരി കൊണ്ടോ ബോധം നഷ്ടപ്പെടുകയാണെങ്കിൽ വുളൂ മുറിയും. മറ്റൊന്ന്, ഒരാൾ തൻ്റെ ഗുഹ്യസ്ഥാനം കൈകൊണ്ട് സ്പർശിച്ചാൽ വുളൂ മുറിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇദാ അഫ്ളാ അഹദുകും ബിയദിഹി ഇലാ ഫർജിഹി വലൈസ ബൈനഹുമാ ശത്റുൻ വലാ ഹിജാബുൻ ഫല്യതഫല്ലൽ. ആരെങ്കിലും ഗുഹ്യസ്ഥാനം സ്പർശിച്ചാൽ